ചന്ദ്രയാൻ 3 വിജയകരമായി പറന്നുയർന്ന നിലയ്ക്ക് ഇതിന്റെ ശാസ്ത്ര പഠനങ്ങളും അതിനുള്ള ഉപകരണങ്ങളും അതേപോലെ വിക്ഷേപണ രീതിയും ഒന്ന് നോക്കാം. ലാൻഡറിൽ സ്ഥാപിച്ചിട്ടുള്ള റേഡിയോ അനാട്ടമി ഓഫ് മ്യൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയോണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ സംവിധാനം ഉപയോഗിച്ച് ചന്ദ്രോപതലത്തിലെ പ്ലാസ്മയുടെ അതായത് അയോണുകളുടെയും ഇലക്ട്രോണുകളുടെയും സാന്ദ്രതയും അതിനുണ്ടാകുന്ന മാറ്റങ്ങളും പരിശോധിക്കും. ചന്ദ്ര സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് സംവിധാനം ഉപയോഗിച്ച് ധ്രുവ പ്രദേശത്തിനടുത്തുള്ള ചന്ദ്രോപതലത്തിന്റെ താപഗുണങ്ങളുടെ അളവുകൾ പരിശോധിക്കും. ലാൻഡ് ചെയ്ത സ്ഥലത്തിന് ചുറ്റുമുള്ള ഭൂകമ്പം അളക്കുന്നതിനും ചന്ദ്രന്റെ പുറന്തോടിന്റെയും ആവരണത്തിന്റെയും ഘടന നിർവചിക്കുന്നതിനുമായുള്ള ലുണാർ സിസ്മിക് ആക്ടിവിറ്റി ഉപകരണവും ലാൻഡറിലുണ്ട്. ചന്ദ്രവ്യവസ്ഥയുടെ ചലനാത്മകത പഠിക്കുന്നതിനായുള്ള ലേസർ റെട്രോ റിഫ്ലക്ടർ അരയും ലാൻഡറിലുണ്ട്. ഇതിനു പുറമെ ചന്ദ്രനിലെ മണ്ണും ശിലകളും പഠന വിധേയമാക്കുന്നതിനും രാസപദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുമുള്ള ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നിവ റോവറിലും സ്ഥാപിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിലുള്ളത് 2 ഭാഗങ്ങളാണ്. ഇതിൽ ആദ്യത്തെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ലാൻഡർ മോഡ്യൂളിനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കും. ലാൻഡർ മോഡ്യൂൾ ആണ് ചന്ദ്രനിൽ ഇറങ്ങുക. ഇതിനുള്ളിലാണ് റോവർ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രൊപ്പൽഷൻ മോഡ്യൂളിന് 2148 കിലോഗ്രാം ഭാരവും ലാൻഡർ മോഡ്യൂളിന് 1752 കിലോഗ്രാം ഭാരവുമുണ്ട്. 26 കിലോഗ്രാം ആണ് റോവറിന്റെ ഭാരം. ഒരു ചാന്ദ്ര ദിനമാണ് ദൗത്യ കാലയളവ്. ഇത് ഭൂമിയിലെ 14 ദിവസം വരും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.